ഇറാൻ വേഴ്സസ് ന്യൂസിലൻഡ്. വാട്ട് എ മാച്ച്! എന്താ കളി! നമ്മളൊരു അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് സിനിമ കാണൂലേ, അതുപോലെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത ഒരു ഫുട്ബോൾ മാച്ച് അതായിരുന്നു ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മാച്ച്. ഒരു രക്ഷയില്ല, രണ്ടുപേരും ഒന്നിനോടൊന്നും മെച്ചം. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ അറ്റാക്കിംഗ്. ബോള് കാലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോവുകയാണ് പോസ്റ്റിലേക്ക്. അത് തന്നെയാണ് രണ്ട് സൈഡിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സ്റ്റഡി ആയിട്ട് കളിക്കുക, അങ്ങനെയൊന്നുമില്ല. കാലില് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോവുകയാണ്. അറ്റാക്കിംഗ് ആണ്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. എന്തായിരുന്നു പ്ലേ! അടിപൊളി പ്ലേ ആയിരുന്നു. 7ാമത്തെ മിനിറ്റിൽ ഈ ജസ്റ്റ് ആണ് ന്യൂസിലൻഡിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. കിഡ്ലൻ ഒരു ഗോളായിരുന്നു. ആ ഗോൾ വീണപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു ഇനിയിപ്പോൾ ഇറാൻ ഒന്ന് താഴുന്നു. പക്ഷേ അതൊന്നും അവരെ ബാധിച്ചേയില്ല. വീണ്ടും ഇതേപോലെ സെയിം അറ്റാക്കിംഗ് കളി തന്നെയാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരുന്നത്. 32ാമത്തെ മിനിറ്റിൽ ഇറാൻ ഈക്വലൈസിംഗ് ഗോൾ അടിച്ചു. റിസൈനാണ് ഗോൾ അടിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 1-1 എന്ന നിലയിലായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും വീണ്ടും ഇത് തന്നെ അംഗം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ കളി തന്നെ. പിന്നെ 55ാമത്തെ മിനിറ്റിൽ ഈ ജസ്റ്റ് തന്നെ തന്റെ രണ്ടാമത്തെ ഗോൾ അടിച്ചു. ന്യൂസിലൻഡിന്റെയും രണ്ടാമത്തെ ഗോൾ. അങ്ങനെ ന്യൂസിലൻഡ് വീണ്ടും ലീഡ് നേടി മുന്നിലെത്തി. 64ാമത്തെ മിനിറ്റിൽ ഇറാൻ വീണ്ടും ഗോൾ അടിച്ചു. മൊഹബിയാണ് ആ ഗോൾ അടിച്ചത്. അതോടെ വീണ്ടും 2-2. പിന്നെ പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു രണ്ടുപേരും. അവസാനം സമനിലയിൽ തന്നെ കളി അവസാനിച്ചു. ശരിക്കും ഈ രണ്ട് ചെറിയ ടീമുകളുടെ ഒരു പരിചയക്കുറവ് നമുക്ക് കളിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവര് ആക്രമിച്ച് കളിക്കുന്നുണ്ടെങ്കിലും ആ ബോള് കൺട്രോൾ ചെയ്യുന്നതിലും ആ ഒരു ഫിനിഷിങ്ങിലൊക്കെ ഉള്ള ഒരു കുറവ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ടീമായി മാറാൻ പറ്റിയ രണ്ട് ടീമുകളാണ് ഇറാനും ന്യൂസിലൻഡും. ഫുട്ബോൾ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.